you so much. And what a cool track, I must say. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ആശാൻ എന്ന് പറഞ്ഞ സിനിമയിലുള്ളിലെ സിനിമയാണല്ലോ. നിങ്ങളൊക്കെ ഇതിലുണ്ടോ സിനിമയില്? ഈ സ്റ്റേജിൽ നിൽക്കുന്ന ഇവരെല്ലാരും സിനിമയിലും ഇതേ സംഭവങ്ങൾ ചെയ്ത് ഡാൻസേഴ്സ് ആയിട്ട് തന്നെയല്ലേ? ഇതിൽ ആരാ അഖിൽ, ആരാ ജിതിൻ, ആരാ മൃദുൽ? അഖിൽ, ജിതിൻ, മൃദുൽ. പറ, ആരാ ഇതിൽ സംസാരിക്കുന്നത്? മൂന്നെണ്ണം സംസാരിക്കില്ല ഡാൻസ്. നമസ്കാരം, എൻ്റെ ഒരു മൃദുൽ. സോ ഇങ്ങനത്തെ ഒരു വേദി ഒരുക്കി തന്ന ജോൺ പോസാനോട് നന്ദി. ഇങ്ങനത്തെ ഒരു പടത്തിന്റെ ഭാഗം പറ്റി ഒരുപാട് സന്തോഷം. ഗപ്പി പ്രൊഡക്ഷൻസ് ആണ് ഇതിന്റെ ഭാഗം പറ്റിയത്. ഭയങ്കര സന്തോഷത്തിലാണ് നിൽക്കുന്നത് ഞങ്ങളെല്ലാരും. സോ എന്റെ ഫ്രണ്ട് ഹായ്, എൻ്റെ പേര് അഖിൽ. ഇത് എന്റെ ഫസ്റ്റ് പടമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ഒരു ആശാനോടെ ഉണ്ട്. എനിക്കറിയാം ശ്രീജിത്ത്, ഞാൻ ഇംഗ്ലീഷ് വിളിക്കാല്ലേ, ഞാനൊന്ന് വിളിച്ചോട്ടെ. ശ്രീജിത്ത് സാറേ, നമ്മുടെയൊക്കെ ആശാനാണ് ആക്ച്വലി. ശ്രീജിത്ത് സാർ അവിടെ നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് വിന്നിംഗ് കൊറിയോഗ്രാഫറാണ് ശ്രീജിത്ത് സാർ. ഞാനൊക്കെ 10-30 വർഷമായി അദ്ദേഹത്തെ കണ്ടുവരുന്നു. മലയാള സിനിമ കഴിഞ്ഞ 10 എത്രയോ വർഷമായിട്ട് ആശാനും ഉണ്ട് ഈ സിനിമയില്. അപ്പൊ അങ്ങനെ നിരവധി ആൾക്കാർ ഒരുമിക്കുന്ന ഒരു ഫാന്റാസ്റ്റിക് മൂവിയാണ്. ആൻഡ് ഇവരെല്ലാവരും ഈ സിനിമയുടെ പിന്നിൽ കുറെ പേര് പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ മുന്നിൽ കൊണ്ടുവരുന്ന ഒരു സിനിമയാണ് ആശാൻ. ആ ഒരു തോട്ട് പ്രോസസ്സിൽ, ആ ഒരു ത്രെഡിനാണ് നമ്മൾ കൈയടിക്കേണ്ടത്. ബിക്കോസ് എത്രയോ ആൾക്കാർ, ഇവരെയൊക്കെ നമ്മൾ ഒരു പക്ഷെ ഡാൻസേഴ്സ് ആയിട്ട് എത്ര വർഷം പ്രവർത്തിച്ചിട്ടാണ് ശ്രീജിത്ത് സാർ തന്നെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങിയത്. സാറിന് അറിയാം, ഇപ്പൊ ഇതാ ഇവർ മുന്നിൽ വരുന്നു, നടന്മാരായി നർത്തകരായി ആൾക്കാർ അറിയപ്പെടുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സാറിന് എന്താ പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. ഈ ഒരു സോങ് ഞാൻ ഈ വേദിയിൽ ഈ ഹോട്ടലിൽ തന്നെ മറ്റൊരു സിനിമയായിട്ട് കമ്മിറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ വന്നപ്പോഴാണ് ജോൺ സാർ പറയുന്നത് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടെന്ന്. പിന്നെ അതിനുപരി എനിക്ക് ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു റാപ്പ് സോങ് ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് മാത്രമല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ ഇങ്ങനെ വേദിയിൽ വരിക, സിനിമയിൽ എത്തുക എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം. താങ്ക് യു സർ. ഇനി നത്ത് നല്ലൊരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ. എന്ത് തോന്നുന്നു നമ്മുടെ ഈ ഒരു സിനിമയുടെ ഭാഗമായി? നത്ത് ഇപ്പം വിളിച്ച് അതായല്ലോ പേര്. ശരിക്കുള്ള പേരൊക്കെ എന്തുവാ? ഓക്കെ, അതൊന്ന് ഓർക്കട്ടെ. ഇനി അമ്പാടി എന്ന് വിളിക്കേണ്ടി വരുമോ ഈ സിനിമയ്ക്ക് ശേഷം? നത്ത് മറന്നു പോവോ? വിളിക്കുമല്ലേ? അതല്ല ഇതിന്റെ. അതെ, എന്ത് തോന്നുന്നു ഈ ഒരു സിനിമയെ കുറിച്ച്? എന്തുകൊണ്ടാണ് ഞങ്ങൾ ആശാൻ പോയി കാണണം? നല്ലൊരു സിനിമയാണ്. അതല്ലേ എല്ലാവരും മിസ്സാക്കരുത്. അപ്പൊ എന്തായാലും അതിനു വേണ്ടി നമ്മൾ വളരെ വളരെ എക്സൈറ്റഡ് ആണ്. നല്ലൊരു കൈഡി കൊടുക്കാം. ഇറ്റ് ഇസ് സച്ച് എ ഫാന്റാസ്റ്റിക് സോങ്. ഇറ്റ്സ് ഫോർ ദ സോങ്. ഓക്കെ, അപ്പൊ ശ്രീജിത്ത് സാറിന്റെ കുറെ ഡാൻസേഴ്സും ഇവരൊക്കെ സിനിമയിൽ എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയിൽ തൽക്കാലം വിടവാകുന്നു. താങ്ക് യു വെരി മച്ച്. കാണാം. എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കുന്നത് ലൈഫിൽ. ഞാൻ പോയിട്ടില്ല, അത് വിളിച്ചിട്ടുണ്ട്, പോയിട്ടില്ല. എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. മീൻസ് അത് മാറി കിട്ടിയില്ലേ? ഇപ്പൊ മാറി. അവിടെയൊക്കെ ഇരുട്ടായതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് മനഃപൂർവ്വം മുമ്പിൽ നിന്ന് സംസാരിക്കാൻ കുഴപ്പമില്ല. നമ്മുടെ പണി ഇതായതുകൊണ്ട് ആരെങ്കിലും കാണുമ്പോഴത്തേക്കുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ജോൺ പറഞ്ഞോണ്ടോ ഇതിങ്ങനെ ആക്കി വെച്ചേക്കുന്നത്? ഞാൻ തന്നെയാണ് ലൈറ്റ് ചെയ്യാൻ പറഞ്ഞത്, ഞാൻ തന്നെയാണ്. ഓക്കെ, എന്തായാലും എല്ലാവരും വന്നു. ഭയങ്കര സന്തോഷം എല്ലാവരെയും ഇവിടെ കാണുമ്പോഴത്തേക്കിന്. ഞാനും പ്രതീക്ഷിച്ചില്ല ഇത്രയും മനോഹരമായിട്ട് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ഭയങ്കര രസമായിട്ടുണ്ട് കണ്ടോണ്ടിരിക്കാനായിട്ട്. പല ചാനലുകളും രഞ്ജിന് തന്നെ കമ്പയർ ചെയ്തിരിക്കുന്ന പല ചാനലുകളിലും പ്രോഗ്രാം നടക്കുമ്പോൾ മുന്നിൽ ഇങ്ങനെ ടെൻഷൻ ഇല്ലാണ്ട് ആൾക്കാർ ഇരുന്ന് കൈയൊക്കെ അടിക്കുന്നു. ഞാനിപ്പോ അതുപോലെ ടെൻഷൻ ഇല്ലാണ്ട് കൈ അടിച്ചു. അപ്പൊ അതിന് ഞാൻ ആദ്യം നന്ദി പറയേണ്ടത് വേഫെയർ ടീമിനോടാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് അവരിവിടെ വന്നതിന് ശേഷം അവർ ഈ സിനിമ എടുത്തങ്ങ് വേറൊരു സ്പേസിലേക്ക് വെച്ചു. കാരണം അവരാ സിനിമ കണ്ടു. ഞാൻ അതിനാദ്യം നന്ദി പറയേണ്ടത് വേഫെയർ ടീം, പിന്നെ ദുൽഖർ. എൻ്റെ ഒരു ട്രാവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 2010 ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ആവുന്നത്. അപ്പം ഞാൻ അത് ഈ സിനിമയ്ക്കുള്ളിൽ സിനിമയായതുകൊണ്ട് അതൊന്ന് പറയണം തോന്നി. ആദ്യമായിട്ട് ഞാൻ 26 സംവിധായകരോടൊപ്പം വർക്ക് ചെയ്യാൻ ട്രൈ ചെയ്തു. 26ാമത്തെ ആളായിരുന്നു രാജേഷ് പിള്ള. ട്രാഫിക് എന്ന സിനിമ ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ട്രാഫിക് എന്ന സിനിമയിലാണ്. അപ്പോൾ ആ സിനിമ തന്നെ മലയാള സിനിമേനെ ഒരുപാട് അവിടുന്നാണ്. ട്രാഫിക്കിന് ശേഷവും മുമ്പും പിമ്പും എന്നുള്ളൊരു വാർത്ത ആ സമയത്തും അപ്പോഴും ഇപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്. അപ്പം രാജേഷ് പിള്ള ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. അദ്ദേഹത്തെ ഞാൻ ഈ നിമിഷം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്നു, നന്ദിയോടെ ഓർക്കുന്നു. അതിനുശേഷം ഞാൻ വർക്ക് ചെയ്തത് സമീർ താഹിർ എന്ന് പറഞ്ഞ
സിനിമാറ്റോഗ്രാഫർ, യെസ്, ചാപ്പാകുരിശ്, നീലാകാശം, പച്ചക്കടൽ, അങ്ങനത്തെ ഒരു ട്രാവൽ അദ്ദേഹത്തിനോടൊപ്പം അസിസ്റ്റന്റ് ആയിട്ടും അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തു. ഞാൻ എൻ്റെ 2 ആശാന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുശേഷം ഞാൻ ദുൽഖറിനൊപ്പം നീലാകാശം സിനിമ ഞങ്ങളൊരു 1.5 വർഷക്കാലം ഒരുമിച്ചുണ്ടായിരുന്നു. വളരെ ക്ലോസ് ആയിരുന്നു ആ സമയത്ത്. അപ്പം ഇങ്ങനെ ഒരു ആവശ്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ സിനിമയ്ക്ക് ഒരാൾ വേണം അതിനെ പ്രസൻറ്റ് ചെയ്യാനായിട്ട്. കാരണം ഞങ്ങളെല്ലാം പുതിയ ആളുകളാണ്, ആക്ടേഴ്സ് എല്ലാം പുതിയ ആൾക്കാർ. ഞാൻ എപ്പോഴും അങ്ങനത്തെ സിനിമകളാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പം അതിനൊന്ന് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി വരണം എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ നോക്കിക്കൊള്ളടാ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ ടീമും ആ സിനിമ ടേക്ക് ഓവർ ചെയ്യുകയും അതിപ്പം കേരളം മുഴുവൻ ആ സിനിമേനെ എത്തിക്കുകയും ചെയ്തു. അവർക്കൊരു വലിയ നന്ദിയും കയ്യടിയും നമ്മുടെ സൈഡിൽ നിന്ന് കൊടുക്കേണ്ടതാണ്. പിന്നീട് ഞാൻ E4 Entertainment എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൻ്റെ കൂടെ അവരുടെ പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം ഒരു 10-15ഓളം സിനിമകൾ അങ്ങനെ ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ഗപ്പി എന്ന സിനിമ എഴുതി സംവിധാനം ചെയ്യുന്നത് 2016. 19 അമ്പിളി, പിന്നെ 22 രോമാഞ്ചും. അത് നിർമ്മിക്കുമായിരുന്നു. എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ജിത്തു അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു സിനിമ സംവിധാനം ചെയ്ത്. ഇപ്പോൾ ആശാനിലെത്തി നിൽക്കുന്നു. യാത്ര നല്ല രസമുള്ള യാത്ര. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. നന്നായിട്ട് കൈയടിക്കേണ്ട ഒരു യാത്ര തന്നെയാണ്. നിങ്ങൾ ചെയ്തിരിക്കുന്ന എല്ലാ സിനിമകളും എന്തൊക്കെയോ ഇമ്പാക്ട് വരുത്താൻ പറ്റിയിട്ടുണ്ട്. അത് ശ്രീനിയേട്ടൻ, ഞാൻ ശ്രീനിവാസൻ, ഞാൻ അദ്ദേഹത്തെ ഇപ്പം ഓർക്കുകയാണ്. അദ്ദേഹം നമ്മളോട് വിട്ടുപിരിഞ്ഞു പോയി. ഗപ്പി എന്ന സിനിമ നടക്കാൻ കാരണവും അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകളിലൂടെ എല്ലാവരുമായിട്ട് പറയുന്നതാണ്. അത് നമ്മൾ ചെയ്യാതിരിക്കുന്ന സിനിമയാണ് നമ്മൾ മലയാള സിനിമയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സംഭാവന. അതെ, ആബ്സല്യൂട്ട്ലി. ഇത് ഒരു ആക്ച്വലി സിനിമ എന്ന് പറയുമ്പം ആദ്യം ഡയറക്ഷൻ ചെയ്തു, യു ഹാവ് എ പാഷൻ ഫോർ മ്യൂസിക്, അത് ഇതിനോടനീളം ഫോളോ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്തു, ഇപ്പം മ്യൂസിക് ഡയറക്ഷനും. ഫസ്റ്റ് മ്യൂസിക് ഡയറക്ഷൻ ഫുള്ളി. അതെ അതെ. ഇതെല്ലാം കൂടി സ്വന്തം തലയിൽ കയറ്റി വയ്ക്കുമ്പോൾ ടെൻഷൻ കൂടൂലേ? അത് അറിയില്ല. ഞാൻ ചെന്നൈയിലായിരുന്ന സമയത്ത് സൂരജ് പറഞ്ഞ പോലെ അവനത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. സൂരജും വിഷ്ണു ആയിരുന്നു ആദ്യത്തെ 2 സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ. അവര് ചെന്നൈയിലേക്ക് പോയ പുറകെ ഞാനും അങ്ങ് പോയി. അവിടെ ചെന്ന് ഞാൻ മ്യൂസീഷ്യൻസിന്റെ കൂടെ ആയിരുന്നു ജീവിച്ചിരുന്ന മുഴുവൻ. സുഷിൻ, യാക്സൻ, അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരുടെ കൂടെ ജീവിച്ചപ്പോൾ എനിക്കിത് അറിയാം മീൻസ് അത് മനസ്സിലായി. അതെ. അപ്പം അത് ഞാൻ പ്രാവർത്തികമാക്കി ഞാൻ ട്രൈ ചെയ്തു. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, ഐ മസ്റ്റ് സേ. മാത്രമല്ല ഇതൊരു ഫാമിലി പ്രോജക്റ്റും കൂടെയാണല്ലോ. അതെ. ഇത് സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യാന്ന് മാത്രമല്ല, അന്നമ്മും ഇതില് പ്രൊഡ്യൂസറാണ്. ഐ തിങ്ക് യെസ്, ആൻഡ് സൂരജ് ആസ് വെൽ. നമുക്ക് അവരെ ഈ ഒരു ഇൻസ്റ്റന്റിൽ വേദിയിലേക്ക് വിളിച്ചാൽ ഐ തിങ്ക് വി കൻ കംപ്ലീറ്റ് ദ പ്രൊഡക്ഷൻ ട്രയോ. Can we please welcome Annam John, the producer of Ashan, along with Suraj. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ആശാൻ അവിടെ ഇരിക്കുന്നു, പാടിയിട്ടുണ്ട്. അപ്പം അതിനെ കുറിച്ച് പറയുമ്പം എൻ്റെ അമ്മ, എനിക്ക് പാട്ട് കിട്ടിയത് എൻ്റെ അമ്മയിൽ നിന്നാണ്. അപ്പോൾ അമ്മ അവിടെ ഇരിപ്പുണ്ട്, അമ്മ അവിടെ ഇരുന്നുണ്ട്. അമ്മ ഭയങ്കര ഇമോഷണലാണ്. അപ്പോൾ ഞാൻ മമ്മിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സിനിമയിൽ ഞാനൊരു പാട്ട് പാടി കേൾക്കണമെന്ന്. അപ്പോൾ ഞാനിത് വേറൊരാളെ കൊണ്ട് പാടിക്കാൻ വേണ്ടിയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നതാണ്. പക്ഷെ ഞാനിത് ട്രാക്ക് പാടി ഞങ്ങൾ ഷൂട്ട് ചെയ്ത സമയത്ത് പിന്നീട് എനിക്ക് എൻ്റെ കൂടെയുള്ള ആളുകൾ തന്നെ അതായത് ഞാൻ തന്നെ പാടിയാൽ മതി എന്ന് പറഞ്ഞ് അവസാനം ഞാൻ ഈ പാട്ടിറങ്ങുന്നതിന് 2 ദിവസം മുമ്പാണ് എൻ്റെ ശബ്ദമൊക്കെ ഒന്ന് റെഡിയാക്കി പോയിട്ട് ഇത് റെക്കോർഡ് ചെയ്യേണ്ടി വന്നത്. അതെ അതെ അതെ. അമ്മയുടെ ആഗ്രഹം. അതെ. അപ്പം ആശാനെ ഒന്ന് വരാവോ? ആശാൻ അതിനകത്ത് 2 പാടിയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഇന്ദ്രൻ ചേട്ടനെ ഈ ഇന്ദ്രൻ ചേട്ടൻ കൊച്ചിനെ കൊണ്ട് എങ്ങോട്ടാ ഓടി പോകുന്നത്? ആ ഗ്യാപ്പ് കിട്ടിയപ്പോ നല്ലൊരു കാര്യം. ലെറ്റ്സ് വെൽക്കം നമ്മുടെ സ്വന്തം ഇന്ദ്രൻ ചേട്ടൻ, നമ്മുടെ ആശാൻ. ആശാൻ ആ പാട്ടിനകത്ത് 2 വരി ആശാനെ കൊണ്ട് പാടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ അത് സിനിമയ്ക്കകത്ത സിനിമയായതുകൊണ്ട് ക്യാമറയെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ ലെൻസിനെ കുറിച്ചൊക്കെ വിനായകൻ അതിഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ വരി ആശാനെ കൊണ്ട് തന്നെ പാടിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു.
മിന്നൽ. മൈക്ക് പിടിക്കും. റെക്കോർഡ് ചെയ്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പാടിക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. പക്ഷെ നമ്മള് ആശാന്റെ കണ്ണു നട്ട് കാത്തിരുന്നിട്ടും ഒക്കെ ഒരുപാട് പാടി കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്യിച്ചതാണ്. അതായത് കുഞ്ഞു ചില്ലിന കാഴ്ചയൊപ്പിടും മന്ത്രജാലമേ നന്ദി ചൊല്ലിടാം, വാക്കിലുള്ളതോ രൂപമാകവേ നൂറു ഭാവമാൽ ഭംഗിയിടാം. അച്ഛൻ ഈ രണ്ടുപേരും പാടിയിട്ടുള്ളൂ, ബാക്കിയാകുമ്പോൾ ചിറകേ ചിറകേ വെൺവാനത്തേറാനോളം വന്നോ, ചിരിയേ ചിരിയേ വിടരാനായി നീയും കൂടെ നിന്നോ, പിന്നിടുന്ന ദൂരം മെല്ലെ നല്ല പാതയാകും പോലെ ഉള്ളിടുപ്പുകൾ വേഗം കൂടുന്നുണ്ടാവും. ഇന്നലെ വരെ മണ്ണിലെങ്കിലും ഇന്നു ചിന്തകൾ നാപണിഞ്ഞു പോ, നോവു തിന്നതും നോമ്പ് മാറ്റതും മുന്നിലായിരം വർണ്ണചിത്രമാ. ചിറകേ ചിറകേ വെൺവാനത്തേറാനോളം വന്നോ, ചിരിയേ ചിരിയേ വിടരാനായി നീയും കൂടെ നിന്നുവോ, നേടുന്ന ദൂരം മെല്ലെ നല്ല പാതയാകും പോലെ ഉള്ളിടുപ്പുകൾ വേഗം കൂടുന്നുണ്ടാവോ. ഓക്കെ, താങ്ക് യു. അവിടെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് താളം പിടിക്കുന്ന അമ്മയാണ്. I think അമ്മ ഭയങ്കര ഭാഗ്യം ചെയ്ത അമ്മ കൂടെയാണ്. അമ്മ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അതാ മക്കൾ നടത്തി കൊടുക്കുന്നുണ്ട്. ഐ തിങ്ക് വെരി വെരി ബ്ലെസ്ഡ് മോം. ഇന്ദ്രൻ ചേട്ടാ, ആശാനെ കാണാൻ വേണ്ടി ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം ജോൺ, നമ്മളുടെ ഈ ഒരു സിനിമയിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്ക് അവരെയും കൂടെ സ്റ്റേജിലേക്ക് വിളിച്ചാലോ? വിളിക്കാം. എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ. ഇന്നലെയാണ് മമ്മൂക്കനെ പോയി കണ്ട് ഇവിടെ വരാം എന്ന് മമ്മൂക്ക സമ്മതിക്കുന്നത്. താല്പര്യം, അതിലുള്ളൊരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇതൊരു ചെറിയ ഇവൻ്റ് ആയിരുന്നു, ഇതോടുകൂടി അതൊരു വലിയ ഇവൻ്റായി മാറി എന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ വേഫെയർ ഫാമിലി, മമ്മൂക്ക എല്ലാം ഈ സിനിമയായിട്ട് വളരെ കണക്റ്റഡ് ആണ്. ജോമേട്ടൻ DQ ഷൂട്ടിലാണ്, വരാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ ഗപ്പി സിനിമാസിൻ്റെ ഈ ഒരു ചെറിയ സിനിമ സ്വീകരിക്കുകയും അതെല്ലാവരിലേക്ക് എത്തിക്കാനും മമ്മൂക്ക കാണിച്ച ആ ഒരു മനസ്സ് മമ്മൂക്ക നന്ദിയോടെ ഓർക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇന്ദ്രൻ ചേട്ടാ, നമ്മുടെ കൂടെ ഇന്ന് മമ്മൂക്ക എത്തിയിരിക്കുകയാണ്. മമ്മൂക്ക ഇന്ന് നമ്മുടെ രാജ്യം തന്നെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? തീർച്ചയായിട്ടും നമുക്കൊരു അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ്. എന്താണ് ഇന്ദ്രൻ ചേട്ടനും നമ്മുടെ മമ്മൂക്കനെ കുറിച്ച് ഇപ്പൊ പറയാൻ തോന്നുന്നത്? മമ്മൂക്ക ഞങ്ങളെ ഒരുപാട് നേരം സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്ന ആളാണ്. അതുപോലെ അഭിനയിക്കണം, അങ്ങനെ ആവണം എന്നൊക്കെ മോഹിപ്പിക്കാൻ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ വലിയ അഭിമാനവും അദ്ദേഹം നമുക്കൊക്കെ വാങ്ങിച്ചിരുന്ന സമ്മാനങ്ങളും ലോകോത്തര നടന്മാരുടെ മുമ്പിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു ആശാൻ. നമ്മുടെ ആശാൻ. വെൽ പുട്ട്. ഇന്ദ്രചേട്ടൻ ഓർമ്മയുണ്ടോ ആദ്യമായിട്ട് മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുന്നത് എപ്പോഴായിരുന്നു? ഏത് സിനിമയിലാണ് ഇന്ദ്രചേട്ടൻ? കുറെ ഉണ്ടല്ലേ?
പറഞ്ഞു തുടങ്ങിയ കുറെ കഴിഞ്ഞതിന് ശേഷം. അതെ, മമ്മൂക്കയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ 5 പതിറ്റാണ്ടായി, 400-ൽ പരം ചിത്രങ്ങളായി, നാഷണൽ അവാർഡ്സ്, സ്റ്റേറ്റ് അവാർഡ്സ്, ഇപ്പോൾ രാജ്യം തന്നെ പത്മഭൂഷൺ നൽകി ആദരിച്ച നമ്മളുടെ സ്വന്തം ഒരു മഹത്തായ ഒരു ലെജൻഡറി ലിവിംഗ് ആക്ടറാണ്, ലെജൻഡാണ്, മലയാള സിനിമയുടെ ഒരു മുഖമാണ്. മലയാള സിനിമ മാത്രമല്ല, ഇന്ത്യയിലെ എത്ര ഭാഷകളിൽ എക്സാംപിളറി ആയ റോൾ. വിന്ദ്രൻ ചേട്ടൻ മമ്മൂക്കയുടെ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കേക്കട്ടെ. ഇപ്പോ അടൂർ സാറിന്റെ അതെ. പദയാത്ര എന്ന് പറഞ്ഞ സിനിമയില് മമ്മൂക്കയോടൊപ്പം ഇന്ദ്രൻ അതെ, ഇന്ദ്രൻ ചേട്ടൻ ബ്ലാങ്ക് ആയി പോയി. ഞാൻ ചോദിച്ചപ്പോ ഇന്ദ്രൻ ചേട്ടൻ ബ്ലാങ്ക് ആയി പോയി. മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ, അതിലും അഭിനയിക്കുന്നു. എന്തൊന്നും പറയാത്തെ? ഓരോന്നായിട്ട് പറഞ്ഞു വരുമല്ലേ. ഐ മീൻ എത്ര കഥാപാത്രങ്ങൾ അല്ലേ മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഓരോ കാലഘട്ടത്തിലും. അഭിനയിച്ചതിനെ കഴിഞ്ഞും കൂടുതൽ ഒരു പക്ഷേ കോസ്റ്റ്യൂം ചെയ്തിട്ടുണ്ടാവും മമ്മൂക്കയോടൊപ്പം. 109 സിനിമ കോസ്റ്റ്യൂമർ ആയിരുന്നു. അപ്പം അതിലെന്തായാലും മമ്മൂക്ക കടന്നു പോയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ മമ്മൂക്ക എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻസ് വീണ്ടും ഒരു തവണ രാജ്യം ആദരിക്കുകയാണ്. ആ ഒരു ആദരവ് നമുക്ക് ഈ വേദിയിൽ ഒന്ന് ഓണർ ചെയ്യണം എന്നൊരു ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. മമ്മൂക്ക, ഇഫ് വി കുഡ് പ്ലീസ് വെൽക്കം യു ഓൺ സ്റ്റേജ് ആൻഡ് വി വാണ്ട് ടു ഓണർ യു വിത്ത് എ സ്മോൾ ടോക്കൺ ഓഫ് അവർ ലവ് ഫ്രം ടീം ആശ. ആശാന്റെ വക നമ്മുടെ പ്രിയപ്പെട്ട the one and only മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് നമ്മളൊരു ആദരവ് നൽകുകയാണ്. അദ്ദേഹത്തിന്റെ പത്മഭൂഷണിന് വേണ്ടിയുള്ള ഒരു ആദരവാണ്. തീർച്ചയായിട്ടും എത്രയോ കാലാകാലങ്ങളായി എത്രയോ അവാർഡ്സ് ആണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയെ തേടിയെത്തുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇന്നും അന്നും അഭിനയത്തെ അത്രയധികം പാഷനോടുകൂടി സ്നേഹത്തോടുകൂടി പ്രൊഫഷണലി കൈകാര്യം ചെയ്യുന്ന ഒരു നടനാണ്. ഇന്ദ്രൻ ചേട്ടാ, നമുക്ക് ആദ്യം ഒരു പൊന്നാട അണിയിച്ച് നല്ലൊരു കൈഡിയാവാം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ ഞങ്ങളുടെ ആശാന്റെ ഹാർട്ടിയസ്റ്റ് കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും കൂടെ ഒരുമിച്ച്, ഇന്ദ്രൻ ചേട്ടനും എല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മുടെ മമ്മൂക്കയ്ക്ക് ഒരു സ്നേഹ സമ്മാനമാണ്. For Padma-Bhushan Mammootty with so much pride and gratitude from Duffy Cinemas and Wayfarer Films. മമ്മൂക്കയുടെ കല നിരവധി കഥകൾക്കാണ് സോളും ജനറേഷൻസിന് ഒരു കാരണവും നൽകിയിരിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ കൂടെ മമ്മൂക്ക ഇവിടെ എത്താൻ കാരണം ആശാൻ എന്ന സിനിമയുടെ ആ ട്രെയിലർ ലോഞ്ച് ആണ്. നമുക്ക് ആ ചടങ്ങിലേക്കും കടന്നാലോ? നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മുഹൂർത്തമാണ് ട്രെയിലർ ലോഞ്ച്. Can I have the clap? ഇതെല്ലാവർക്കും വളരെ ഫെമിലർ ആയ ഒരു ക്ലാപ്പ് അടിച്ച് നമ്മൾ ട്രെയിലർ ലോഞ്ച് ചെയ്യായിരിക്കും. മമ്മൂക്ക ട്രെയിലറിന് ക്ലാപ്പ്. എല്ലാവരും റെഡിയാണോ? നല്ലൊരു കൈഡിയാവാം. Duffy Cinemas in association with Wayfarer Films presents Ashaan. Woo! നമസ്കാരം. ഈ സിനിമയിലെ ഈ ട്രെയിലർ ലോഞ്ചിന് ഞാൻ വരാൻ എന്താണ് കാരണമെന്ന് ഞാൻ തന്നെ ആലോചിക്കുകയാണ്. കാരണങ്ങൾ വേണമെങ്കിൽ എണ്ണിപ്പെറുക്കാം. വൈഫെയർ ഫിലിംസിൻ്റെ ആണ്, നമ്മുടെ വീട്ടിലെ തന്നെ ഒരു കൂട്ടരാണ്. ഇതിൻ്റെ സംവിധായകൻ എനിക്ക് പരിചയമില്ല, വേറെ ആരെയും വലിയ പരിചയമൊന്നുമില്ല, നിർമ്മാതാക്കളെയും പരിചയമില്ല. വൈഫെയർ ഇതിനു മുമ്പ് വേറെ ഒരുപാട് പടം കൊടുത്തിട്ടുണ്ട്, അവിടെയെങ്കിലും ഞാൻ പോയിട്ടില്ല. പക്ഷെ ഈ പടത്തിന് വന്നത് എന്താണെന്നാണ് ഞാൻ ഈ പടത്തിന് വിളിക്കാൻ വന്നപ്പോൾ എന്ത് ധൈര്യത്തിനാണ് വിളിക്കാൻ വന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ വേറെ എങ്ങും പോയിട്ടില്ലാത്തതുകൊണ്ടല്ലാണ്. എന്നെ പേടിച്ച് ഞാൻ കടുവ പുലിയൊന്നുമല്ല. പുള്ളി ഒന്ന് ചുമ്മാ ഒരു രസം, എനിക്കങ്ങനെ കുഴപ്പമുണ്ട്, എനിക്ക് കഥ ചകഞ്ഞ് നോക്കുന്ന പരിപാടി. ഞാൻ ഈ സിനിമയുടെ കഥ ഇങ്ങനെ ചകഞ്ഞ് കഴിഞ്ഞ് കുറേ കഥ ഇങ്ങനെ ഏകദേശം അവസാനം വരെ പറഞ്ഞു. എനിക്ക് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് സിനിമ പൂർണ്ണമായിട്ട് ഇയാൾ പറയുന്ന പോലെ തിയേറ്റർ സ്ക്രീനിൽ വന്നാൽ ഇതുവരെ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായിട്ടുണ്ടാവും. ഈ സിനിമയോടുള്ള സമീപനം, ഈ സിനിമ എഴുതിയിരിക്കുന്ന രീതി, അഭിനേതാക്കളുടെ പ്രകടനങ്ങളെല്ലാം വലിയ കേമന്മാരാരുമല്ല, എന്നാലും നല്ല അഭിനയം കാഴ്ചവെച്ച്. ഇപ്പം ഈ ട്രെയിലർ കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ സമാധാനമായത്. വന്നത് വെറുതെ ആയല്ലോ.
അല്ലെങ്കിൽ ഞാൻ പെട്ടുപോയി. നല്ല ഗംഭീര ട്രെയിലറാണ്, നല്ല മ്യൂസിക് ഉണ്ട്. പിന്നെ വേറെ ഒരു കാര്യം, ഞാനല്ലോ ഇപ്പോൾ ഈ ഇന്ദ്രൻസിനെ കണ്ടിട്ട് എന്നോട് ഒരു അക്ഷരം മിണ്ടിയില്ല. ഇവിടം വരെ വരുമോ എന്നൊന്നും ചോദിച്ചോളൂ. ഞാൻ ഇന്ദ്രൻസ് ആദ്യകാല സിനിമയിലേക്ക് അഭിനയിക്കുമ്പോൾ ഇന്ദ്രൻസിൻ്റെ ഒരു കൈൻഡ് ഓഫ് ബോഡി ഷേമിങ് റോളുകളാണ് അദ്ദേഹത്തിൻ്റെ. അത് അന്നത്തെ കാലം. ഇന്നത്തെ കാലത്തെ പുള്ളി അഭിനയം കൊണ്ട് എല്ലാവരെയും ഷെയിമായിക്കൊണ്ടിരിക്കുക. ഞാൻ ചില സിനിമകൾ അദ്ദേഹത്തിന് കാണുമ്പോൾ അന്നപ്പെട്ടിരുന്നു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് ആൾക്കാർ കളിയാക്കി പറഞ്ഞതൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര പ്ലസ് ആകുകയാണ്. എല്ലാ കുറവുകളും എല്ലാം അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റികളായി മാറുകയാണ്. ഞാൻ കുറേയേറെ സിനിമകളുടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണും. ആ പമ്പസെറ്റ് സിനിമ, എൻ്റെ പേര് പമ്പസെറ്റ്, പേര് ഓർമ്മയുണ്ടോ? എന്ത് പമ്പസെറ്റ്? എന്ത് പമ്പസെറ്റ്? പമ്പസെറ്റ് എന്ന് പറഞ്ഞ സിനിമയാണ്. ജലധാര പമ്പസെറ്റ്. അത് നിങ്ങൾ എത്ര പേര് കണ്ടോന്ന് എനിക്കറിഞ്ഞില്ല. നല്ല രസമുള്ള സിനിമയാണ്. പിന്നെ ഒരു സിനിമയുണ്ട്, പറയട്ടെ ഏതായിരിക്കും? ഷിനിക, കുട്ടൻ്റെ ഷിനിക. നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞൂടെ? എന്നെ കളിയാള് കളിച്ചിരിക്കുന്നറിയാം. നിങ്ങളാരും വിശ്വസിക്കത്തില്ല, ഇങ്ങനെയുള്ള ഒരാളാണ് കാലനായിട്ട് അഭിനയിക്കുന്നത്. അത് സൂട്ടൊക്കെ ഇട്ട് ഒരു സൂട്ട് കേസിൽ ഒരു 2 ചെരുപ്പമായിട്ട് ഇറങ്ങും. വണ്ടർഫുൾ. അത് നല്ല സിനിമയാണ് കേട്ടോ. അതിനകത്ത് മറ്റേ ഇടുക്കി ജാഫറും ഇങ്ങേരും കൂടെ ഞാനാ നീവെന്ന് പറഞ്ഞ് അത്രത്തോളം നല്ല പ്രകടനം കാഴ്ചിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് ഈ നടന്മാരുടെ കുറവുകൊണ്ടല്ല, നടന്മാരുടെ ഗുണം മാത്രമെന്നല്ല ഞാൻ പറയുന്നത്. ഒരുപാട് നല്ല കഥകളും കഥാപാത്രങ്ങളും അഭിനയിക്കാൻ അവസരങ്ങളുള്ള കഥയും കഥാപാത്രങ്ങളും മലയാളത്തിലുണ്ടാവുന്നുണ്ട്. അത് നമ്മുടെ ഭാഗ്യമോ നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗ്യമോ അവരുടെ സഹകരണമോ പ്രോത്സാഹനമോ ഒക്കെ തന്നെയാണ് എല്ലാ സിനിമയും അങ്ങനെ വളരുന്നത്. ഈ സിനിമയ്ക്ക് അവർക്ക് എന്താണെന്ന് അറിയില്ലാത്തൊരു കാര്യം കൊണ്ടാണ് ഞാൻ വന്നത്. ഈ സിനിമയെ ഒന്ന് പരിചയപ്പെടുത്താൻ കൂടെയാണ് എൻ്റെ വരവ്. സിനിമയെ പറ്റി ഒരുപാട് പറഞ്ഞ് പരിചയപ്പെടുത്താൻ പറ്റില്ല. സിനിമയും ഉണ്ട് ഈ സിനിമയിൽ. അങ്ങനെ 3 സിനിമയുണ്ട്. ഒരു സിനിമ, സിനിമയുടെ അത്ര സിനിമ, പിന്നെ ഒരു സിനിമ. അത് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും സാധാരണ പോലെ തോന്നുമായിരിക്കും. അതൊരു വലിയ ഒരു അത്ഭുത പരിപാടിയാണ്, വൻ പരിപാടിയാണ്. അപ്പോൾ ഇവരെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് കഥ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പം വരില്ലെന്ന് ഞാൻ അവർക്ക് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെയുള്ള സംരംഭങ്ങളുടെ ഭാഗമാകാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും ഇങ്ങനെയൊക്കെയെങ്കിലും ഇതോട് നമ്മൾ ചേർന്ന് നിൽക്കണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് സിനിമ ഇത് കാണുന്ന പ്രേക്ഷകരും എന്നെ കേൾക്കുന്ന ആളുകളും ഈ സിനിമ ഉപേക്ഷിക്കരുത്. താങ്ക് യു സോ മച്ച് മമ്മൂക്ക. നമുക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഈ സിനിമയിലെ കുറച്ച് മെയിൻ കഥാപാത്രങ്ങളുണ്ട്, അവരൊന്ന് സ്റ്റേജിൽ വിളിച്ചിട്ട് നമുക്കൊരു ഫോട്ടോ എടുക്കാം. Can I please welcome ശോഭി ചേട്ടാ, ജോമോൻ, വിപിൻ. ഇനി anybody I'm missing? കനകം, ടെക്നീഷ്യൻസും വരാം നമ്മളുടെ ടെക്നീഷ്യൻസ് ക്രൂ. ബോബി, കം. നമ്മളുടെ കൂടെ പ്രവർത്തിച്ച സംഗീത, വിവേക്, വിമൽ, അജിഷാന്റോ, വൈഷ്ണവ്, ശ്രീകുട്ടൻ, MR രാജകൃഷ്ണൻ. പിന്നെ എവിടെ ഈ സിനിമയുടെ കൂടെ നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഈ ഒരു അവസരത്തിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ, മലയാള സിനിമയുടെ ആശാന്റെ കൂടെ. Taufik, VFX team, come. കുറച്ച് പാട്ടൊക്കെ പമ്പ് ചെയ്ത് വെച്ചോ. നല്ലൊരു മൊമെന്റ് അല്ലേ, നമ്മുടെ മമ്മൂക്കയല്ലേ നമ്മുടെ കൂടെ. Ladies and gentlemen, Guppy Cinemas അവതരിപ്പിക്കുന്ന in association with Wayfarer Films ആശാൻ എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചിൽ നമ്മുടെ പ്രിയപ്പെട്ട പത്മഭൂഷൺ മമ്മൂക്ക എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ ടീമിന്റെ കൂടെ ഒരു ഫോട്ടോ ഓപ്പ് ആണ്. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മമ്മൂക്കയാണ്. ഈ സിനിമ ഉപേക്ഷിക്കരുത്.
വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സിനിമയാണ്. സിനിമ വിതിൻ എ സിനിമ വിതിൻ എ സിനിമ. ആശാൻ എന്ന ചിത്രത്തിൽ നിന്നും തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷകൾ തന്നെയാണ്. ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. ഫെബ്രുവരി 5-ാം തീയതിയാണ് ഈ സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത്. നമ്മുടെ കൂടെ ഇവിടെ എത്തിച്ചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് നല്ലൊരു ഗൈഡ് കൊടുക്കാം. മമ്മൂക്ക ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയ്ക്ക് വേണ്ടിയും ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എക്കാലവും നമ്മളുടെ മലയാള സിനിമയിൽ നിറസാന്നിധ്യമായ മമ്മൂക്ക ഉണ്ടാവണമെന്നൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. താങ്ക് യു സോ മച്ച് മമ്മൂക്ക ഫോർ ബീയിങ് എ പാർട്ട് ഓഫ് ദ ഫിലിം. ഈ സിനിമയിൽ നിരവധി പുതിയ ആൾക്കാർ മുന്നിലേക്ക് എത്തുന്നുണ്ട്. DOP പുതിയ ആളാണ്, കോസ്റ്റ്യൂം ഡിസൈനർ പുതുതായി എത്തുന്നതാണ്, പ്രൊഡക്ഷൻ കൺട്രോളർ ആദ്യമായി ചെയ്ത സിനിമയാണ്. VFX ടീം. അപ്പൊ എന്തായാലും നമ്മുടെ കൂടെ ഇവിടെ എത്തി. ഇതുവരെ ഈ സിനിമയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മമ്മൂക്ക എത്തി ഈ സിനിമയ്ക്ക് നല്ല വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. എന്ത് തോന്നുന്നു ജോൺ? എന്ത് പറയണോന്ന് അറിയത്തില്ല. നമുക്കൊരു പേടിയായിരുന്നു മീറ്റ് ചെയ്യാൻ പോയപ്പോ. മമ്മൂക്കയുടെ കഥ പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ചെയ്തു കഴിഞ്ഞ ഒരു സിനിമയുടെ കഥ വന്ന് പറയേണ്ടി വരുമെന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. ഞാൻ ചെറിയൊരു കാര്യത്തിനായിട്ട് ചെന്നതാണ്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മമ്മൂട്ടിയുടെ പ്രസൻസ് ഉണ്ട്, മമ്മൂക്ക ഉണ്ട്, ഈ സിനിമയുടെ ഭാഗമാണ്. ഞങ്ങൾ ഈ സിനിമയിലൂടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അത് മമ്മൂക്ക പറയുന്നുണ്ട്. അപ്പോ അതിനുവേണ്ടി ചെന്നതാണ്. പക്ഷെ എന്നെ അവിടെ ഇരുത്തി ഈ ഷൂട്ട് കഴിഞ്ഞ സിനിമയുടെ മുഴുവൻ കഥയും മമ്മൂക്ക പറയിപ്പിച്ചു. അത് ആക്ച്വലി എനിക്ക് അറിഞ്ഞുകൂടാ. സന്തോഷം, ആ സന്തോഷം അന്ന് തീർന്നു. ഇപ്പൊ അതിൽ താഴെയാണ് സത്യം പറഞ്ഞു. ഒന്ന് കാണാൻ പറ്റിയ എന്റെ സന്തോഷം തന്നെയായിരുന്നു. ഓക്കെ, താങ്ക് യു മമ്മൂക്ക. താങ്ക് യു സോ മച്ച്. Can we give നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക? John from Wayfarer Films, can I welcome Joe on stage? I don't know, they just told me. അവർക്ക് സ്നേഹം പറയാനായിരുന്നു. They want to say thank you in person. കേട്ടോ? Wayfarer Films. Okay, okay, okay. I mean, what a lovely moment, yeah. ഗപ്പി സിനിമാസിന്റെ കൂടെ Wayfarer Filmsഉം ചേർന്ന് ഇതിന്റെ ആ ഒരു പ്ലാറ്റ്ഫോം തന്നെ വലുതാക്കി. ഇപ്പോൾ ഇത് ആശാൻ എന്ന ചിത്രം ഒരു ചെറിയ ചിത്രമാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ പോലും മലയാളക്കരയ്ക്ക് അത് അങ്ങനെയല്ല. അത് ഞങ്ങൾ കാണുന്നത് ഒരു വലിയ ചിത്രം ആയി തന്നെയാണ്. ബിക്കോസ് ഇതിൽ മെയിൻ കഥാപാത്രമായി ആശാനായി എത്തുന്നത് നമ്മളുടെ ഇന്ദ്രൻ ചേട്ടനാണ്. ഇന്ദ്രൻ ചേട്ടാ, ആശാനെ കുറിച്ച് 2 വാക്ക്. ആശാൻ ഒന്നും പറയൂല. ആശാൻ ആ ഫോട്ടോയില്ലല്ലോ. ആശാനെ കൂടി എടുക്കാവോ നമുക്ക്? കനകം ചേച്ചി അടുത്ത് നിന്നോ? ചേച്ചി ഇപ്പുറത്തേക്ക് വാ, ഇപ്പുറത്തേക്ക് വാ, അല്ലെങ്കിൽ കാണൂല. വൈകി വന്ന വസന്തം. അർജുൻ വാ, 2 വാക്ക് വന്നിട്ട് പോ ആശാനെ കുറിച്ച്. നമുക്ക് പോയിട്ട് മതിയോ? രോമാഞ്ചം ടീം തിരിച്ച് 2 വാക്ക് പറ ആശാനെ കുറിച്ച്. അല്ലെ, നമുക്ക് പോയിട്ട് മതിയല്ലേ? നമുക്ക് എപ്പോഴൊന്നും പോകില്ല, നമുക്ക് ഫോട്ടോ എടുത്ത് നിൽക്കുവാണ്. സോ ക്യൂട്ട്. വാട്ട് എ ബ്യൂട്ടിഫുൾ മൊമെന്റ് അല്ലെ? മലയാളത്തിലെ, ഇന്ത്യയിലെ തന്നെ ലെജൻഡറി ആയ നമ്മളുടെ മമ്മൂക്ക മലയാള സിനിമയിൽ നിരവധി ന്യൂ കമ്മേഴ്സിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടി. നമുക്കറിയാം മമ്മൂക്ക എത്രയോ നാളായിട്ട് പുതിയ കുറെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ലെജൻഡറി ആക്ടറാണ്. ആൻഡ് ടുഡേ ഹി കണ്ടിന്യൂസ് ഇൻ ദാറ്റ് സ്ട്രീം. ദ ഓൺലി ബിഗ് ക്വസ്റ്റ്യൻ ഈസ് എങ്ങനെയാണ് മമ്മൂക്ക എന്നും ഇത്രയും യൂത്ത്ഫുൾ ആയിട്ട് നിൽക്കുന്നതെന്ന്. അതിന് മാത്രം ഒരു ഉത്തരവില്ല. സീക്രട്ട് ആണെങ്കിൽ മമ്മൂക്ക പറഞ്ഞു തരത്തില്ല. താങ്ക് യു സോ മച്ച് മമ്മൂക്ക. ചേച്ചി, ഈ സിനിമയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നോ? ഈ പോസ്റ്ററിൽ ഞാൻ ആദ്യം ചോദിച്ചത് ചേച്ചി എവിടെയായിരുന്നു എന്നാ. നിറഞ്ഞ സദസ്സിനും പോൾ സാറിനും പിന്നെ ഇന്നിവിടെ സ്വർഗത്തിൽ നിൽക്കുന്ന അനുഭൂതിയാണ്. കാരണം മമ്മൂക്കയെ നേരിട്ട് നമ്മുടെ ആശാൻ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഏറ്റവും അനുഗ്രഹീതമാണ്.
ഞാനിപ്പോൾ ജയ ജയ ഹേ കഴിഞ്ഞിട്ട് ഒരു 18 മലയാളം സിനിമയും തമിഴ് കുടുംബസ്ഥനും ചെയ്തു. ഇറങ്ങിയ പടങ്ങളൊക്കെ ഹിറ്റാകുകയും ചെയ്തു. പക്ഷേ ഇതിലൊക്കെ ഉപരി ഇതിനകത്തെ എൻ്റെ ഒരു ക്യാരക്ടർ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ്. പോൾ സാറിന് അതിന് പ്രത്യേകമായ സ്നേഹാദരങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, 5-ാം തീയതി നമ്മുടെ പടം പ്രസന്റ് ചെയ്യുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും ഒപ്പം സാന്നിധ്യവും ഉണ്ടാകണം. എല്ലാവരെയും അറിയിക്കണം. വൻ വിജയമാകാൻ വേണ്ടി ഈ കലാകാരിയും പ്രാർത്ഥിക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച് ഒരിക്കൽ കൂടി ഫോർ നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക. എല്ലാരും പോയി. എന്ത് തിരക്കായിരുന്നു ഈ സ്റ്റേജില്. സിനിമയാണ് ആശാൻ. ഹലോ, നമസ്കാരം. വലിയ കുറച്ച് വൈകിപ്പോയി, കാരണം ചത്താപ്പച്ചയുടെ ഒരു പ്രൊമോഷൻ അപ്പൊ വളരെ ഹാപ്പിയാണ്. പിന്നെ ജോൺ ചേട്ടന്റെ പരിപാടി അറിയാലോ, പിന്നെ ജോമോനുണ്ട് നമ്മുടെ, പിന്നെ ഇന്ദ്രൻ ചേട്ടൻ, നത്ത്, ഇവരെല്ലാവരും കൂടി എന്നെ വിളിച്ചില്ല എന്നുള്ളൊരു സങ്കടം മാത്രം. ഞാൻ വിളിച്ചു ചോദിച്ചായിരുന്നു, ഇപ്പൊ അറിഞ്ഞു പോലുമില്ല ഷൂട്ട് തുടങ്ങിയത്. ഞാൻ പറഞ്ഞ അടുത്ത പരിപാടിക്ക് എന്നെ എന്തായാലും വിളിക്കണം. പിന്നെ എക്സ്പെഷ്യലി ഈ പാട്ട് ചെയ്തത് ചേട്ടനാണെന്ന് അറിയില്ലായിരുന്നു എനിക്ക്. പിന്നീട് അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ. ആണോ? അടിപൊളി. അപ്പോ വളരെ ഹാപ്പിയാണ്. ഇപ്പൊ ഞങ്ങൾ ഇടക്കിടക്ക് ജോർജ് വരെ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കും, പാട്ട് പാടുന്നതും ചില്ലിയാണൊക്കെ. വളരെ ഭയങ്കര അടിപൊളി പാട്ടായിട്ട് ഫീൽ ചെയ്ത്. അപ്പൊ പിന്നെ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും. ഇല്ല, ഞാൻ ഇപ്പൊ എത്തുള്ളൂ. ടാറ്റ. ഒന്നൊരു ട്രെയിലർ കാണാം നമുക്ക്. അർജുനൻ, ഞങ്ങളുടെ ട്രെയിലർ ലോഞ്ച് ഇവിടെ കഴിയൂല. അഖിലെ, മൃദുലെ, ജിതിനെ. Okay, our ladies and gentlemen, Ashan coming to theaters near you on the 5th of February. Thank you so much. Are you guys ready to celebrate? Let's do this. പാട്ടിന് പോണേ. ചേട്ടാ, കളിക്കോ. Let's go. അർജുനെ പഠിപ്പിച്ചു കൊടുക്കും. തപ്പയ്ക്കില്ല.